കലോത്സവ നഗരിയിൽ നിന്ന് അക്ഷയ ദാമോദരനും ഇന്ദുലേഖയും നമുക്കൊപ്പം ഉണ്ട്. അക്ഷയ, ഇന്ദു, രാവിലെ നമ്മളെ മനോഹരമായ വയലിൻ കച്ചേരിയൊക്കെ കേട്ടാണ് കുട്ടികളൊക്കെ അല്ലേ എന്തൊരു സന്തോഷത്തോടെയാണ്, പ്രസന്നതയോടെയാണ് അവർ ഈ കലാമേളയെ കാണുന്നത്. അതങ്ങനെ കേട്ടിരുന്നാൽ മതി. ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ആ വേദികൾക്ക് മുമ്പിലാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ജനകീയ ഐറ്റങ്ങൾ കൂടി എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ദിവേഷ് പറഞ്ഞതുപോലെ തന്നെ ആ വയലിൻ സംഗീതത്തിലൂടെ ഒരു പ്രസന്നമായിട്ടുള്ള അന്തരീക്ഷം അല്ലേ, നമ്മളൊക്കെ ഭയങ്കര ഹാപ്പി മൂഡായി ഒന്ന് ഉണർന്നു. ഏറ്റവും ജനകീയമായിട്ട് ഐറ്റം ഇന്ന് നടക്കാൻ പോവാണ്. നാടകം ഇന്നുണ്ട്, അപ്പം തന്നെ മാർഗം കളി അല്ലേ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അങ്ങനെ വേദിയിൽ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇന്ന് വേദിയിലേക്ക് എത്തുകയാണ്. എല്ലാവരും ഇതാ കുട്ടികളൊക്കെ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിലെങ്കിൽ ലൈവായിട്ടുണ്ടല്ലേ? അതെ, മൊത്തത്തിൽ ലൈവായി തന്നെ പറയാം. നിലവിൽ ഇപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നേരെ വെളുക്കുമ്പോൾ തന്നെ ഇവിടെ വെയിലാന്നുള്ളതാണ് വേറൊരു വലിയ പ്രശ്നം. ഞാൻ നോക്കുമ്പോൾ വെളുക്കുന്നു, അപ്പം തന്നെ വെയിൽ വരുന്നു, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ വെയിലൊക്കെ അവഗണിച്ച് തളരാതെ ഒരു തരത്തിലും വാടാതെ നമ്മുടെ കുട്ടികൾ എനർജിയിലാണെന്ന് പറയാം. അതെ, സൂര്യൻ എനർജിയുടെ അപ്പുറത്തേക്കാണ് നമ്മുടെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ തന്നെ പറയണം. കാരണം ആ തരത്തിലാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജെൻസി പൂരാണ് ജെൻസി കിഡ്സ് നമുക്ക് ഒപ്പം ഉള്ളത്. എനിക്കൊപ്പം രണ്ട് മിടുക്കന്മാരുണ്ട്. മോനെ പേര് പറ. അമീൻ താജുദ്ദീൻ. നവനീതിനെ മുൻപും കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കലോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് 8ാം ക്ലാസ് തൊട്ട് തുടങ്ങുവാണല്ലോ, ഇവര് തന്നെ +2 വരെ ഉണ്ടാവും. ഇപ്പൊ ഏത് ക്ലാസ്സിലെത്തി? +2 ആയി. കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. ഒന്ന് കണ്ടവരെ വീണ്ടും അടുത്ത തവണ കാണാം. ഇപ്പൊ ആദ്യത്തെ മത്സരം കഴിഞ്ഞു. അതേ ഗ്രേഡ് ആകെ സ്റ്റേറ്റിൽ ചോദിക്കുമ്പോൾ ഫുള്ളായിട്ടോ 8ാം ക്ലാസ് തൊട്ടോ. 9ാം ക്ലാസ്സിൽ ഒരെണ്ണം, 10ാം ക്ലാസ്സിൽ 2 പിന്നെ +1 2, പിന്നെ +2 ഇപ്പോൾ 2 കിട്ടാൻ പോകുന്നു. ഒരെണ്ണം കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. കിട്ടുന്ന ഉറപ്പാ? ഉറപ്പാ. 17 ഉറപ്പാണ്. അതാ പറഞ്ഞ ചില്ലറ കക്ഷിയല്ല, ആളൊരു ജഗജാല കില്ലാടിയാണ്. ഇനി ഒരു സാധനം, ഒരു പ്രത്യേക പെർഫോമൻസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാ. എന്തായിരിക്കും അറിയോ? കൊല്ലവും പാലക്കാടും ഒരുമിച്ച് കലയ്ക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല, അതിർവരമ്പുകളില്ല എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ ഇവര് ഒരുമിക്കാൻ പോവാണ് അല്ലേ? ആദ്യം അങ്ങനെ ഒന്ന് ഇവരുടെ പേഴ്സണൽ ഐറ്റത്തിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒരാള് ഗിറ്റാറുമായിട്ട് ഇരിക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ടാണ് ഇതിപ്പോ കഴിഞ്ഞത് അല്ലേ? മാപ്പിളപ്പാട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവർ ഒരുമിച്ച് നമുക്ക് വേണ്ടി ഒരു ഐറ്റം അവതരിപ്പിക്കാൻ പോവാണ്. ഇടയല്ലേ സ്പെഷ്യൽ ആണല്ലേ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തുടങ്ങിക്കോ. കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതെടി കുറുമ്പി, എൻ്റെ സ്നേഹിതയാണു നീ. കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. അടിപൊളിയല്ലേ? അതായത് എന്താ പാട്ടായിട്ട് അനങ്ങാണ്ട് നിൽക്കുന്നത്? ഇഷ്ടായില്ലേ? അല്ല, ഞാൻ കൂടെ പാടായിരുന്നു. പെട്ടെന്ന് ഞാൻ പേടിച്ചു, എങ്ങാനും മൈക്കിൽ കൂടെ പുറത്തേട്ടാണ്. ഇത് എന്തുകൊണ്ട് ഈ പാട്ട് യൂസ് ചെയ്ത്? നിങ്ങൾ ഇവരോട് ഞാൻ പറഞ്ഞു ഒരുമിച്ചൊരു ഐറ്റം ചെയ്തു തരണമെന്ന്. എന്തുകൊണ്ട് ഈ പാട്ട്? പെട്ടെന്നൊരു പാട്ട് മനസ്സിൽ വന്ന് ഇതാ. അതെന്തുകൊണ്ടാ? ആരുടെ ആരാധകനാ? അല്ല, അങ്ങനെ ആരാധകല്ല, നമ്മള് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാട്ടാണ്. ഇങ്ങനെ പതിഞ്ഞ ശബ്ദത്തിലൊക്കെ സംസാരിക്കുള്ളൂ. ഇൻവേർട്ടർ ആണോ? ഞാൻ ആംബിവട്ട. ഓക്കെ. എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളെ ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ? എന്താണ് ഇവരുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഈ മൈക്കിൽ സംസാരിക്കണം കേട്ടോ. എന്താണ് പേഴ്സണാലിറ്റി ഒക്കെ കൃത്യമായിട്ട് ഒരു നോട്ട്. ഇതെങ്ങനെ ആരാ പറഞ്ഞ ആംബിവട്ട നമുക്ക്? അല്ല, അതിങ്ങനെ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ അറിയാമല്ലോ. അങ്ങനെയാണ് തന്നെ എന്നെ ഗസ്റ്റ് ചെയ്ത് കണ്ടത്. അല്ല, ഇത് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഞാനും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാനും ആംബിവട്ടാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ശരിയാവുന്നില്ല നമ്മള്. എന്താണ് കഥ? ഇവരുടെ ഒരു ടീമുണ്ട്. എവിടെ ടീമൊക്കെ? ടീം വരുന്നേ ഉള്ളൂ. ഓർക്കസ്ട്ര 17ാം തീയതി ഉണ്ട്, അതിലുണ്ടാവും. ഇനി നമുക്ക് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരെണ്ണം ചെയ്താലോ? ചെയ്യണ്ടേ? ഇൻഡിവിജ്വൽ ഐറ്റംസിലേക്ക് പോകാം. അപ്പം ഒരു അടിപൊളി നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് ഓരോക്കെ എണീറ്റ് രാവിലെ വന്ന് ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാർക്കല്ലേ സ്പെഷ്യലായിട്ട് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് സ്പെഷ്യലായി ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ നവനീത്.
അരെ വാ. ഇനി മാപ്പിളപ്പാട്ട് ഒരെണ്ണം കേൾക്കണ്ടേ? പിന്നെ ആളിവിടെ വന്ന് നിൽക്കല്ലേ, അപ്പൊ പാടാതെ പിടിക്കുന്നത് മോശമല്ലേ? അസ്ഹബരത്തും കുബയതിലെ അബുജഹലൊത്തെ പൂവിനതിലെ അടനമില്ല വിടമ തിരഞ്ഞിട്ട യക്ക് പറയാശവരേ ഉന്തൻ മാതർ ചിന്തും വേളെ കൂന്തൽ തെല്ലും ചീകിലിണ്ടും ബിണ്ട് തണ്ണല്ലതിലൊട്ടുവരെ തന്നുപത്തു പെടുകില്ല എണ്ടും ബിണ്ടാറുണ്ടാനെ തരമതു ജഗനുടെ മതനുടെ ഗതികിട്ട് കിണ്ടൻ കൊണ്ടൽ ബിണ്ടാനെ ഉത്തിക്കത്തും ഉമ്മറൊല്ലി തരമതിൽ അരുള്ളിട്ട് ചത്തിക്കിത്ത് കരുതിടന്നോതി സഹബവരോടി മദരുടെ ഖസമതിലേ ബദരുടെ പുറമതിലേ അശകേറെ തിങ്കും താനും ബക്കാത്തനിലായി അസിറാരത് പൊങ്കും ബാനം മദദംബിടലായി അശുഭകൾ ഒരു തരം അത് പുറമേറി അസന്ന മതെടുത്തുടൻ വിടണമെന്നോതി കതിർകത്ത് മൂമരയ ഹിസമുവിനാസും തന്നാളു ബെണ്ടൊരു തനം കൂടാം എണ്ടും തിരിപെരുത്ത വേടം വിട്ടോടാം എണ്ടും തങ്കറണ്ടരു മതനം പുകിന്തേ ഇതിലുണ്ടു ഹിഷാമരെ തട്ടപ്പെടുന്നേ ഇരുമികവൊരു മതിനൊടു മതിനയ പുകന്തിട്ടെ അതിലൊരു ഹിഷാമു ശിവ ഹിജുരത് ബദരിശലേ. ഒരു പ്രത്യേക ഭംഗിയല്ലേ മാപ്പിളപ്പാട്ട് കേൾക്കാനായിട്ട്. ആ ശബ്ദം മാറ്റിയത് കണ്ടോ? ഒരു സ്പീഡ് ട്രാക്കിൽ പോയിട്ട് പെട്ടെന്ന് സോഫ്റ്റിലേക്ക് മാറി. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ കേട്ടോ. അല്ലേ? ശ്രദ്ധിച്ചിരുന്നോ? എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.